ഹായ്, നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പേ എന്ന സീരിയലിൽ അലീനയുടെയും മനുശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ അലീനയും കൂട്ടിക്കൊണ്ട് മനുശങ്കർ രേവതിക്കുട്ടിയെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും കൂടി ഒരു കരിക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് കടയിലോട്ട് കയറുകയാണ്. അപ്പം നമ്മുടെ അലീന ചോദിക്കുന്നു, ഇതൊക്കെ നല്ലതാണോ മനുവേട്ടാ? അത് കുടിച്ചാലല്ലേ അറിയാൻ പറ്റൂ എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്താ കുടിക്കുന്നില്ലേ? നമുക്ക് ഒരുമിച്ച് കുടിക്കാമെന്ന് പറഞ്ഞ് സ്ട്രോ ഒക്കെ ഇട്ട് കൊടുത്ത് രണ്ടുപേരും കരിക്ക് കുടിക്കും. കരിക്ക് കുടിച്ചതിന് ശേഷം എന്നെ കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് വലിയ സന്തോഷമായിരിക്കും അല്ലേ മനുവേട്ടാ? പിന്നെ നീയും രേവതിക്കുട്ടിയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? അതേ മനുവേട്ടാ, എന്നും രേവതിക്കുട്ടിയെ കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കും. അപ്പോഴൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ്. എന്തായാലും ഇന്ന് പോകാനൊരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയല്ലോ എന്നിങ്ങനെ പറയും. കരിക്കെല്ലാം കുടിച്ചതിന് ശേഷം അവർ ആദ്യമായിട്ടാണല്ലോ രേവതിക്കുട്ടിയെ കാണാൻ പോകുന്നത്. കുറച്ച് സീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് രണ്ടുപേരും കാറിലോട്ട് തിരിച്ച് കയറുകയാണ്. തിരിച്ച് കയറിയതിന് ശേഷം രേവതിക്കുട്ടി അവരുടെ സ്നേഹകൂടാരത്തിൽ രേവതിക്കുട്ടിയുടേതും അലീനയുടെയും ചിന്നുമോളുടെയൊക്കെ കുറേ നല്ല മൊമെൻറ്റ്സുകൾ നമ്മുടെ മനുശങ്കരനോട് പറയുന്നുണ്ട്. അപ്പം മനുശങ്കരൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേരൻറ്റ്സ് മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ എല്ലാവരുടെ പേരൻസും വരും കാണാൻ. ഞങ്ങളെ കാണാൻ ആരും വരത്തില്ല മനുവേട്ടാ, ഞങ്ങൾ ഓഫനാണല്ലോ. അതിൻ്റെ സങ്കടം ഞങ്ങൾ വന്ന് പറയുമ്പോൾ ബ്രിജിത്ത മമ്മി ഞങ്ങളുടെ അടുത്ത് പറയും, നിങ്ങളൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ ആരും അനാഥരല്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ആശ്വസിപ്പിക്കുന്നത് ഞങ്ങളുടെ ബ്രിജിത്ത മമ്മിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അലീനയും കരയുന്നുണ്ട്. അതിനുശേഷം ബ്രിജിത്ത മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരമ്മയുണ്ടെന്നും അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നും ഒക്കെ. മനുവേട്ടനും അച്ഛനും കൂടി എന്നെ വിളിക്കാനായിട്ട് വന്ന സമയത്തും എനിക്കറിയാമായിരുന്നു ഞാൻ സ്വന്തം വീട്ടിലോട്ടാണ് വരുന്നതെന്ന്. എൻ്റെ അമ്മയെ കാണാമല്ലോ എന്ന് മാത്രം കരുതി ഞാൻ അങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പോഴും ഒരു സങ്കടം മാത്രമേ ഉള്ളൂ മനുവേട്ട, ഇനി അവൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളെന്ന് പറയും. അപ്പോൾ നമ്മുടെ മനുശങ്കർ അലീനയുടെ കൈ പിടിച്ചിട്ട് പറയും, എന്നാലും ആ സത്യം തിരിച്ചറിയും അലീന, നീ ആൻറ്റിയുടെ മകളാന്നുള്ള കാര്യം ഒരിക്കൽ തിരിച്ചറിയും. പക്ഷേ ഒരിക്കലും ഞാനായിട്ടത് പറയത്തില്ല മനുവേട്ട എന്ന് പറയും. അത് ഞാനായിട്ട് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. എനിക്ക് അച്ഛനെ മാത്രമാണ് എനിക്കൊരു അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറയും. അപ്പം അലീന പറയും, എനിക്ക് അമ്മ മാത്രം എന്നെ തിരിച്ചറിഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ, ബാക്കി എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞില്ലേ, എനിക്ക് ഇത്ര സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടിയില്ലേ എന്നൊക്കെ പറയും. നമ്മുടെ മനുശങ്കർ പറയും, അതൊക്കെ പോട്ടെന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടാതെന്നൊക്കെ പറയും. അതിനുശേഷം രണ്ടുപേരും കൂടി നമ്മുടെ പാലാരിവട്ടത്തെത്തും. എന്നിട്ട് കാറിൽ നിന്ന് രണ്ടുപേരും പുറത്തിറങ്ങും. അപ്പം നമ്മുടെ അലീന ചോദിക്കും, നമ്മളെ ഒരുമിച്ച് കാണുമ്പോൾ എന്തെങ്കിലും അവർക്ക് തോന്നും മനുവേട്ട? എന്ത് തോന്നുന്നത്? നമ്മളിപ്പോൾ കല്യാണം കഴിച്ച ദമ്പതികളാണെന്ന് തോന്നുന്നു പറയും. അത്രയ്ക്കൊക്കെ വേണം മനുവേട്ട അച്ഛയ്ക്ക്. എന്നാലും നമ്മുടെ കല്യാണം നടക്കും മനുവേട്ട. എന്താ നിനക്ക് സംശയമുണ്ടോ? അങ്കിളിൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ പോരെ എന്ന് പറയും. മതി എന്ന് പറഞ്ഞാൽ ആ സീറ്റ്സൊക്കെ എടുത്തുകൊണ്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി ഒന്ന് കഥ തുറക്കുമ്പോൾ നമ്മുടെ അലീനെ കാണുമ്പോഴത്തേക്ക് അലീന ചേച്ചി എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ മനുശങ്കറിനെ രേവതിക്കുട്ടി ശ്രദ്ധിക്കുന്ന പോലും ഇല്ല, പെട്ടെന്നങ്ങ് സന്തോഷം സഹിക്കാൻ വയ്യ. അപ്പോൾ അയ്യോ ഇതാരും മനുവേട്ടനോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കൂടി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മനുവേട്ടൻ അല്ലേ ചേച്ചിയും കൂട്ടിക്കൊണ്ട് വരുമെന്ന്. അങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് വിളിക്കുകയാണ്, ആൻറ്റി അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഇവിടെ എന്തിനാ കിടന്ന് വിളിക്കുന്നത് വെച്ചുകൊണ്ട് ഇവർ ഇറങ്ങി വരും, ഇതാരൊക്കെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സ്വീകരിക്കുകയാണ്. സ്വീറ്റ്സൊക്കെ എടുത്ത് നമ്മുടെ അലീന രേവതിക്കുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കും. അങ്ങനെ അവർ പെട്ടെന്ന് എല്ലാവരും അകത്തോട്ട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, നീ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ രേവതിക്കുട്ടി, അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊടുക്കുക. അയ്യോ അത് ഞാനങ്ങ് മറന്ന ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കുടിക്കാൻ എടുക്കും. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, നീ ഇവിടെ സംസാരിക്കുക, ഒത്തിരി നാൾക്ക് ശേഷം നിൻ്റെ ചേച്ചിയെ കണ്ടതില്ലേ, ഞാൻ എടുത്തുകൊണ്ട് തരാമെന്ന് പറയും. അങ്ങനെ അവർ അവിടെ ഇരുന്ന് ഒത്തിരി നേരം കാര്യം പറയും. അങ്ങനെ മാമച്ചൻ മനുവിൻ്റെ ഒക്കെ ചോദിക്കും, വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആക്സിഡൻ്റൊക്കെ ആയി എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞായിരുന്നു, പിന്നെ നമ്മളങ്ങോട്ട് വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ലല്ലോ, ഞങ്ങൾ ഒരു തവണ കടപ്പാട്ടൂർ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയും. അങ്കിൾ പറഞ്ഞിരുന്നു. അപ്പോൾ ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ? ഇച്ചിരി ഭേദമുണ്ട്, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെന്ന് പറയും. ഒരുപാട് കാര്യങ്ങൾ രേവതിക്കുട്ടി വാദോരാതെ ഇങ്ങനെ അലീനയോട് പറയുകയാണ്. അപ്പോഴൊക്കെ രേവതിക്കുട്ടിക്ക് പറയണമെന്നുണ്ട്, രമേശൻ നായരുടെ കാര്യം പറയണമെന്നുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പം അലീന ചോദിക്കും, നിനക്ക് എന്നോട് അതിന് പറയാനുണ്ടോ മോളെ എന്ന് ചോദിക്കും. അത് എനിക്ക് പറയണമെന്നുണ്ട് ചേച്ചി, എന്താ മോളെ കാര്യമെന്ന് പറയും. അങ്ങനെ രേവതിക്കുട്ടി രമേശൻ നായരുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ സംഭവം ഉണ്ടായി ആൻറ്റി, ഒരു അങ്കിളിവിടെ ഒരു അപ്പൂപ്പൻ ഇവിടെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ആൻറ്റി അങ്കിളും സത്യമൊന്നും പറഞ്ഞില്ല, അത് ആരാന്നൊന്നും, അങ്ങോട്ട് പോകണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. ആരാ അത് എൻ്റെ അച്ഛനെ കാണാനാണ് പോയതെന്ന് ഞാൻ അറിഞ്ഞില്ല ആൻറ്റി. അച്ഛനോ? അതേ ആൻറ്റി, അതേ അലീന ചേച്ചി, അച്ഛനാണ്. അച്ഛൻ സുഖമില്ലാതെ കിടക്കുമായിരുന്നു, എന്നെ കണ്ട് മാപ്പൊക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഞാൻ അങ്കിളിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നത് ആരാണ്, അപ്പോഴാണ് അതെൻ്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞത്. അപ്പം നിൻ്റെ അമ്മയോ? എൻ്റെ അമ്മ ജീവിച്ചിരിക്കില്ല അലീന ചേച്ചി എന്ന് പറയും. അങ്ങനെ ഭയങ്കര കരയും. അത് ചോദിക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അലീന രേവതിക്കുട്ടിയോട് ചോദിക്കും. അച്ഛനമ്മയെ സ്നേഹിച്ച് പോകാൻ കഴിച്ചത് അലീന ചേച്ചി, പക്ഷേ അവരുടെ ജീവിതം അത്ര നന്നായി പോയില്ല. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അമ്മ അച്ഛനെ ഉപേക്ഷിച്ചു.
അതിനുശേഷം അച്ഛൻ വേറെ വിവാഹം കഴിച്ചു. പിന്നെ എന്നെ നോക്കിയത് അമ്മൂമ്മയും അമ്മയും കൂടിയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മ ആത്മഹത്യ ചെയ്തു. അമ്മയ്ക്ക് എന്നെ നോക്കാൻ പറ്റാതായതുകൊണ്ട് എന്നെ ഓർഫനേജിൽ ഏൽപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിക്കുട്ടി അലീനയോട് ഭയങ്കര കരച്ചിൽ പറയുകയാണ്. എന്നാലും ഇപ്പോൾ അവർക്ക് എന്നെ കാണണമെന്നാണ് പറയുന്നത് എന്ന് പറയും. എനിക്ക് ആരെയും കാണണ്ട അലീന ചേച്ചി, എന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞവരല്ലേ. ഇപ്പോൾ എനിക്ക് ആരെ ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ അങ്കിളും ആൻറ്റിയും മാത്രം മതി. എന്നെ സ്വന്തം മോളെ പോലല്ലേ അവർ നോക്കുന്നത്. ഞാൻ അവരെ വിട്ട് ഒരിടത്തും പോകത്തില്ല. എനിക്ക് അവർ മാത്രം മതി എന്നൊക്കെ പറയും. അങ്ങനൊന്നും പറയരുത് മോളെ, നിൻ്റെ സ്വന്തം അച്ഛനല്ലേ അത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എന്തായാലും അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ നീ പോയി നിൻ്റെ അച്ഛനെ കണ്ടില്ലേ, ഇനി ഒരിക്കലും അതിൻ്റെ പേര് നീ അമ്മയുടെ കാര്യം ആലോചിച്ച് വിഷമിക്കരുത്. നിനക്കൊരമ്മയുണ്ടല്ലോ, അത് നിനക്ക് സമാധാനമായല്ലോ. അമ്മയുടെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാൻ പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടിയെ അലീനെ ആശ്വസിപ്പിക്കാൻ, അലീനയും മനുവും ചേർന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും കഥ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.